എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു അടിപൊളി മസാല ദോശ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓൾറെഡി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഓൾറെഡി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയാറായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉഴുന്ന് പരിപ്പാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഒരു 2-3 വറ്റൽമുളക് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് കൂടെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാളയാണ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ടോട്ടൽ 2 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബിഗ് സൈസിലുള്ള 2 സവാളയും 2 പച്ചമുളകും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്നൊന്ന് സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സവാളക്ക് മാത്രമുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഓൾറെഡി ഞാൻ ഉരുളക്കിഴങ്ങിന് വേണ്ടുന്ന ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് അതങ്ങോട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുമ്പോൾ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഇവിടെ ഞാൻ സവാള ഇത്രയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡർ കൂടുതൽ ആവശ്യമില്ല, ചെറുതായിട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ ചില്ലി പൗഡറിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ആണ് ആഡ് ചെയ്യേണ്ടത്. അത് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ് ഞാനിപ്പോൾ കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഓൾറെഡി മഞ്ഞളും ഉപ്പും ചേർത്ത് കുക്ക് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലൈറ്റ് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഈ ടൈമിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ മസാല ഓൾമോസ്റ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല വെച്ചിട്ട് നമുക്ക് മസാല ദോശ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചൂടായ നോൺ സ്റ്റിക്കിലോട്ട് ദോശമാവ് ഒഴിച്ച് പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ മസാല ദോശ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മസ്റ്റായിട്ടും കമൻസിലൂടെ അറിയിക്കുകയും വേണം. Thanks for watching.